എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് മാധ്യമങ്ങൾ നമുക്കിടയിലേക്ക് പുഷ് ചെയ്യുന്ന ഒരു വാർത്തയുണ്ട്. ധനുഷ്, നയൻതാര എന്നിവർക്കിടയിൽ ഒരു നിയമതർക്കം, ഒരു 3 സെക്കൻഡ് വീഡിയോ വെച്ചുള്ള ഒരു തർക്കമാണ്. നെറ്റ്ഫ്ലിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ എന്ന ഡോക്യുമെന്ററിയുടെ ട്രെയിലറിൽ ഒരു 3 സെക്കൻഡ് വീഡിയോ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ ധനുഷ് പ്രൊഡ്യൂസ് ചെയ്ത നാനും റൗഡിദാൻ എന്ന സിനിമയുടെ സെറ്റിലെയാണ് എന്നുള്ളതാണ് ധനുഷിന്റെ വാദം. ഈ 3 സെക്കൻഡ് വീഡിയോ അതിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് 10 കോടി രൂപ നഷ്ടപരിഹാരമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു ഡോക്യുമെന്ററിക്ക് കാര്യമായിട്ട് തന്നെ ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. അധികം ആളുകൾ കാത്തിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഡോക്യുമെന്ററി പ്രമേയമായിരുന്നു. എന്തുകൊണ്ടോ ഇത് മിക്കവാറും ഉള്ള ആളുകൾ ഇപ്പോൾ എടുത്ത് കാണുന്നുണ്ട്. ഞാൻ ഈ ഒരു ഡോക്യുമെന്ററി ഇപ്പോൾ കണ്ടു തീർത്തിട്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ഈ ഒരു പ്രശ്നത്തിൽ ധനുഷിന്റെ കൂടെ നിൽക്കണോ, നയൻതാരയുടെ കൂടെ നിൽക്കണോ എന്നൊക്കെ കാര്യമായി തന്നെ ആളുകൾ ആലോചിക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നത്തിൽ അങ്ങനെ ഒരു പക്ഷം നിൽക്കാനായിട്ടുള്ള ഒരു സ്റ്റഫും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് വ്യക്തിപരമായിട്ടുള്ള ചില വിയോജിപ്പുകളുടെ അടിസ്ഥാനത്തിൽ അവർ തമ്മിലുള്ള ഒരു ചെറിയ പ്രശ്നമാണ്. ഒരു നെടുനീളൻ ഇൻസ്റ്റഗ്രാം കുറിപ്പോ സോഷ്യൽ മീഡിയ കുറിപ്പോ ഒക്കെ നയൻതാര അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ നേരത്തെ തന്നെ തുടങ്ങിയതാണ് എന്നുള്ളതാണ്. ഏതായാലും നിയമത്തിന്റെ സാധ്യതകളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ധനുഷിന് ഇങ്ങനെയുള്ള ഒരു നോട്ടീസ് അയക്കാനായിട്ടുള്ള അവകാശങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സിറ്റുവേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് അത് ഇത്തിരി കടന്ന അനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തൊക്കെയാണെങ്കിലും അത് ഈ ഒരു ഡോക്യുമെന്ററിയുടെ പ്രൊമോഷനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ നയൻതാര പക്ഷത്തിനും കാര്യമായി തന്നെ ലാഭമുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളങ്ങനെ പക്ഷം ചേരേണ്ട ആവശ്യമൊന്നുമില്ല. അത് 2 വ്യക്തികൾക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ അവർ പലപ്പോഴും അങ്ങനെയൊക്കെ തന്നെ പെരുമാറാറുണ്ട്. നിങ്ങൾ കൂട്ടുകാരൻ്റെ അടുത്ത് എപ്പോഴും വളരെ റൈറ്റായിട്ട് തന്നെ പിണക്കം വെച്ച് പുലർത്തുന്ന ആളുകളല്ല. അപ്പോൾ അതിനകത്ത് നിങ്ങളുടേതായിട്ടുള്ള മാനുഷികമായിട്ടുള്ള ചില കുറവുകളൊക്കെ അവിടെ ഉണ്ടാവും. ധനുഷിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള വളരെ മാനുഷികമായിട്ടുള്ള ഒരു കടന്ന പിണക്കമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഈ ഒരു ഡോക്യുമെൻ്ററിയെ കുറിച്ചിട്ട് പറയാം. കാര്യം ഇത് കാര്യമായി തന്നെ പുഷ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പുതുമകളൊന്നുമില്ലാത്ത ഒരു പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്ത ഒരു ഡോക്യുമെൻ്ററിയാണ്. പുതുമകളില്ലാത്ത ഒരു പ്രമേയം എന്ന് പറയുന്നത് ബേസിക്കലി ഇതിനകത്തൊരു വിവാഹമാണ് കാണിക്കുന്നത്. അതൊരു സെലിബ്രിറ്റി വെഡ്ഡിങ് ആവുന്നതുകൊണ്ട് അതെന്തെങ്കിലും സ്പെഷ്യലായിട്ട് മാറാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. അങ്ങനെ എന്തോ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡോക്യുമെൻ്ററി കണ്ടു തുടങ്ങിയത്. എന്നാൽ അതിനകത്ത് കാര്യമായിട്ടുള്ള ഒരു സ്പെഷ്യൽ മൊമെൻറ്റും ഇല്ല, ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റും ഇല്ല. നയൻതാര എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റിയുടെ, ഒരു ആക്ട്രസിൻ്റെ വെഡ്ഡിങ് എന്നുള്ളതിൽ കവിഞ്ഞ് വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങൾ ആ ഒരു ഡോക്യുമെൻ്ററിയിലില്ല. ശരിക്കും പറഞ്ഞാൽ നയൻതാരയുടെ പെർഫോമൻസ്, അദ്ദേഹത്തിൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം വളരെയധികം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഒരു സ്റ്റാർഡത്തിന് അല്ലെങ്കിൽ ആ ഒരു കലാകാരിയുടെ കലാമൂല്യത്തിന് ഒരു ചെറിയ രീതിയിൽ മങ്ങലേൽപ്പിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി അപ്രോച്ച് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ തോന്നിയത്. കാരണം ഈ ഒരു ഡോക്യുമെൻ്ററിയുടെ തുടക്കം മുതൽ കുറേ സമയത്തേക്ക് നയൻതാര കടന്നു വന്ന വഴികളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ വളരെ ഓക്വേർഡായിട്ട് അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ട് എനിക്ക് തോന്നിയത് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു സെന്റൻസ് ഇങ്ങനെ പുഷ് ചെയ്യുന്നതാണ്. ആ ഒരു വേർഡ് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്താണ് ഈ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ? കാരണം അതൊക്കെ വളരെയധികം ചർച്ചയായിട്ടുള്ള ഒരു സംഭവമാണ്. ഈ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ ഒഴിവാക്കണമെന്നൊക്കെ ഫെമിനിസ്റ്റ് സർക്കിളുകളിൽ കാര്യമായി തന്നെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ഒരു സർക്കിളുകളിൽ പെട്ട പാർവതി തിരുവോത്തൊക്കെ ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ നയൻതാരയെ കുറിച്ചിട്ട് പറയുന്നതൊക്കെ കേട്ടു. അദ്ദേഹം കടന്നു വന്ന വഴികളൊക്കെ ഗംഭീരമാണ് എന്നൊക്കെ പറയുന്നത് കേട്ടു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡോക്യുമെൻ്ററി കാണുന്ന സമയത്ത് ഇതിൽ എന്ത് പുതുമ, എന്ത് വ്യത്യസ്തതയാണ് ഈ ഒരു കലാകാരിക്ക് പറയാനുള്ളത് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. നമ്മളുടെ ഉള്ളിലുള്ള നയൻതാരയുടെ ഒരു സ്റ്റാർഡത്തെ മങ്ങലേൽപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി അപ്രോച്ചാണ് നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ എന്നുള്ളത്. ഇതിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് മുന്നേ തന്നെ ട്രെയിലറിലൊക്കെ പറഞ്ഞതുപോലെ ഒരു വെഡ്ഡിങ് ആണ്. എന്നാൽ ആ ഒരു വെഡ്ഡിങ്ങിൽ എന്ത് പുതുമ? ആ ഒരു വെഡ്ഡിങ്ങിലും കാര്യമായിട്ടുള്ള ഒരു പുതുമയില്ല. സിനിമാ മേഖലയിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകൾ എങ്ങനെയാണ് വിവാഹം കഴിക്കുന്നത് അതുപോലെ തന്നെയുള്ളൊരു വിവാഹം. നെറ്റ്ഫ്ലിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നയൻതാരയുടെ വിവാഹം പ്രമേയമായിട്ട് വരുന്ന ഒരു ഡോക്യുമെൻ്ററി എന്ന് പറയുമ്പോൾ സാധാരണ ഡോക്യുമെൻ്ററി ഓഡിയൻസ് ഒക്കെ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമുണ്ട്. എന്തെങ്കിലും പുതുമ, എന്താണ് ഇതിനകത്ത് സ്പെഷ്യൽ, എന്തിനാണ് ഞങ്ങളിത് കാണേണ്ടത്? ഇതേ ചോദ്യം നയൻതാരയോട് തന്നെ ഈ ഒരു ഡോക്യുമെൻ്ററിയുടെ ഇടയിൽ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന ആളുകളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്, അങ്ങനെയുള്ള ഒരു ടോണിലാണ് പറയുന്നത്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ചില സന്തോഷങ്ങൾ ആളുകളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ കാണിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും ഈ ഒരു ഡോക്യുമെൻ്ററി കാണുന്ന സമയത്ത് നമുക്ക് സന്തോഷം കിട്ടുമോ? സന്തോഷം കിട്ടുമായിരിക്കും. രസമുള്ള ചില വർണ്ണശബളമായിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ പ്രേക്ഷകനുമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല.
ശരിക്കും ഒരു വെഡ്ഡിങ് വീഡിയോയിൽ എന്തിനാണ് ഇമോഷണൽ കണക്ഷൻ എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള പല വെഡ്ഡിങ് വീഡിയോയും കാണുന്ന സമയത്ത് ഭയങ്കര രസമായിരിക്കും സംഗതികൾ. അപ്പം അതേ മൂഡിൽ തന്നെയാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് ട്രീറ്റ്മെൻ്റ് ഒക്കെ അങ്ങനെ തന്നെയാണ്. ഈ പെണ്ണും ചെറുക്കനും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില എക്സ്പീരിയൻസുകൾ പറയുന്നു, വിവാഹം നടത്തുന്നു, പേരൻസ് വന്ന് സംസാരിക്കുന്നു, അതേപോലെയൊക്കെ തന്നെ. പക്ഷേ ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ അവർ അവലംബിച്ചിരിക്കുന്ന ഒരു മാർഗം ഈ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു സാധനം ഇങ്ങനെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നയൻതാര കടന്നു വന്ന വഴികളിൽ അദ്ദേഹത്തിൻ്റെ ചില സിനിമ സീക്വൻസുകളൊക്കെ ഈ ഡോക്യുമെൻ്ററിയിൽ കാണിക്കുന്നു. എന്നാൽ ആ ഒരു സിനിമ സീക്വൻസുകൾ എന്ന് പറയുന്നത് നമ്മുടെ ബില്ലയിലൊക്കെ ഉള്ള ഒരു സംഭവമൊക്കെയാണ്. എന്നാൽ അതും അത്ര ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻതാര കമ്പാരിറ്റീവ്ലി യങ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനിയും എത്രയോ സിനിമകൾ ചെയ്യാനായിട്ട് കിടക്കുന്നു. അദ്ദേഹം ചെയ്ത സിനിമകളൊക്കെ ഗംഭീരമായിരുന്നു. എന്നാലും അവിടെ നമ്മൾ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ നമുക്കറിയാവുന്ന മലയാളം കൂടുതലായതുകൊണ്ട് പറഞ്ഞാണ്, കണ്ട പല അഭിനയ മുഹൂർത്തങ്ങളെയും കടത്തിവിടുന്ന തരത്തിലുള്ള പല സംഭവങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ കൂടുതലായിട്ട് ഈ ഡോക്യുമെൻ്ററി നിർമ്മാതാക്കൾ സ്ട്രെസ് ചെയ്യുന്നത് നയൻതാരയുടെ വഴികൾ ഇത്തിരി കഠിനമായിരുന്നു, എന്നിട്ട് നയൻതാര ഇത് ചെയ്തു. അതേപോലെ ഡോക്യുമെൻ്ററിയുടെ തുടക്കം മുതൽ അവസാനം വരെ നയൻതാരയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സിനിമാ മേഖലയിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ വന്ന് സംസാരിക്കുകയാണ്. സത്യൻ അന്തിക്കാട് വന്ന് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹമാണല്ലോ ആദ്യ സിനിമയിലേക്ക് തിരഞ്ഞെടുത്തത്. അതേപോലെ തന്നെ നാഗാർജുന, അങ്ങനെയുള്ള കുറേയധികം ആളുകൾ വന്ന് സംസാരിക്കുന്നുണ്ട്. എന്നാൽ മെയിൻ സ്ട്രീം സ്റ്റാർസൊന്നും അങ്ങനെ വന്ന് സംസാരിക്കുന്നില്ല. അവരിങ്ങനെ നയൻതാരയുടെ ഡിറ്റർമിനേഷനെ കുറിച്ചിട്ടും സ്റ്റാർഡത്തെ കുറിച്ചിട്ടും ഭംഗിയെക്കുറിച്ചിട്ടും എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അതിനും ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ വലിയ കാര്യമായിട്ടുള്ള ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ ഉള്ളത് റിലേഷൻഷിപ്സാണ്. അവിടെയാണ് നമ്മൾ വീണ്ടും ആലോചിക്കുന്നത്, എന്താണ് ഇതിനകത്ത് ഇത്രമാത്രം പുതുമ? റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എല്ലാ ആളുകളുടെ ലൈഫിൽ നടക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിൽ നയൻതാരയുടെ റിലേഷൻഷിപ്സിൽ എന്താണ് ഇത്രമാത്രം പുതുമയുള്ളത്? ഞാൻ ആദ്യം വിചാരിച്ചു ഇതിനകത്ത് എന്തെങ്കിലും കോൺട്രവേഴ്സി ഇവർ ഉദ്ദേശിക്കുന്നുണ്ടാവും, മുന്നേ ഉള്ള ബന്ധങ്ങളെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടാവും. എന്നാൽ വലിയ കാര്യമായിട്ട് അതിനെക്കുറിച്ചിട്ടും ഇല്ല. പ്രഭുദേവ റെഫറൻസിൽ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് കണ്ടു. അപ്പോൾ ഏതോ ഒരു മൊമെൻറ്റ് പറയുന്നുണ്ട്, അത് പ്രഭുദേവയുമായിട്ട് കണക്റ്റ് ആയിട്ട് നമുക്ക് വേണേൽ കേൾക്കാൻ പറ്റും എന്നുള്ളതല്ലാതെ വലിയ കാര്യമായിട്ടുള്ള റെഫറൻസുകളില്ല. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്മാരിലും സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. അതിൽ സെലിബ്രിറ്റി എന്നോ സാധാരണക്കാരനോ ഒന്നുമില്ല. എല്ലാ ആളുകളുടെയും ലൈഫിൽ റിലേഷൻഷിപ്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ജീവിതത്തിലേക്ക് കൂട്ടുന്ന ആൾ, ആദ്യത്തെ ഒരാൾ നമ്മുടെ ജീവിതത്തിന് സ്യൂട്ടാവുന്ന ആളായിരിക്കണമെന്നൊന്നുമില്ല. അതൊരു ടോക്സിക് റിലേഷൻഷിപ്പായിട്ടൊക്കെ ചിലപ്പോൾ മാറാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ, അത് നയൻതാരക്കായതുകൊണ്ട് ആ ഒരു അനുഭവങ്ങൾ എല്ലാ ആളുകളും കണ്ട് മനസ്സിലാക്കേണ്ടതാണ് എന്ന് ഉള്ള രീതിയിൽ ഈ ഡോക്യുമെൻ്ററി നിർമ്മാതാക്കൾ വല്ലാണ്ട് ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു നെഗറ്റീവ് വൈബ് അടിക്കുന്ന സാധനമാണ്. ശരിക്കും നയൻതാരയുടെ ഒരു സ്റ്റാർട്ടത്തെ ഇങ്ങനെ വലിച്ച് താഴോട്ടിടുന്ന പോലെയുള്ള കുറേ മൊമെൻറ്റുകളാണ് അതൊക്കെ. അതിനുശേഷം അദ്ദേഹം ഞാൻ റൗഡിദാൻ എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് വിഘ്നേഷിനെ കണ്ടെത്തിയതായിട്ടൊക്കെ ഡോക്യുമെൻ്ററിയിൽ പറയുന്നു. അതിലും വലിയ കാര്യമായിട്ടുള്ള പുതുമയൊന്നും എനിക്ക് തോന്നിയില്ല. നയൻതാര അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരാളെ കണ്ടെത്തി എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻ്ററി സബ്ജക്റ്റാണ്. സെലിബ്രിറ്റികളല്ലാത്ത ആളുകളും ജീവിതത്തിൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ചില അപ്സ് ആൻഡ് ഡൗൺസ് ഫേസ് ചെയ്യാറുണ്ട്. ഏതായാലും നയൻതാര കണ്ടെത്തി എന്ന് പറയുന്ന ഒരു രീതിയിൽ ഡോക്യുമെൻ്ററി ഇങ്ങനെ സമീപിച്ചിരിക്കുകയാണ്. എന്നാൽ വിഘ്നേഷ് വളരെ ക്യൂട്ടായിട്ടുള്ള കെയറിങ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡാണ്. അപ്പോൾ അതിങ്ങനെ കുറച്ച് ഇങ്ങനെ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിലും വലിയ കാര്യമായിട്ടുള്ള പുതുമയൊന്നുമില്ല. പിന്നെ എനിക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് അമ്മ നയൻതാരയെ കുറിച്ചിട്ട് പറയുന്നതാണ്. മകളെ കുറിച്ചിട്ട് അമ്മ പറയുന്നത് ഒരു അടിപൊളി അമ്മയാണ്, തിരുവല്ലക്കാരിയാണ്. കുറച്ചും കൂടെ ഭക്തി കൂട്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. വളരെയധികം സ്നേഹം ഉള്ള ഒരമ്മയാണ്. മകള് ലോകത്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മകൾ എന്ന് എല്ലാ അമ്മമാരും പറയുന്ന പോലെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ജീവിതത്തിലുടനീളം മകൾ കുടുംബത്തെ സപ്പോർട്ട് ചെയ്തതും അമ്മ മകളെ സപ്പോർട്ട് ചെയ്തതൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നിട്ട് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. വളരെ സാധാരണമായിട്ടുള്ള ഒരു കുടുംബ സാഹചര്യത്തിൽ നിന്ന് സിനിമാ മേഖലയിലേക്ക് വരികയും ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിപ്പിക്കുന്ന തരത്തിലേക്ക് വരികയൊക്കെ ചെയ്തതിനെ കുറിച്ചിട്ട് നമുക്കതിനകത്ത് മനസ്സിലാവും. ഈ ലേഡി സൂപ്പർ സ്റ്റാർ ഒരു വലിയ അഭംഗി തന്നെയാണ്. ഡോക്യുമെൻ്ററിയിലുടനീളം നമുക്ക് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ബിലോ ആവറേജ് ഒരു ഡോക്യുമെൻ്ററി അപ്രോച്ചാണ്. ഇതിനകത്ത് നയൻതാരയ്ക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനോ അദ്ദേഹത്തിൻ്റെ സിനിമാ കരിയറിൽ ഉണ്ടാക്കിയ നേട്ടങ്ങൾക്കോ ഒരു പ്രാധാന്യമില്ല. ഇത് ചുമ്മാ അനാവശ്യമായിട്ട് ഇതിനകത്ത് ഒരു സെൻസേഷണൽ എലമെൻറ്റിനെ വെച്ചിട്ട് ഒരു ഡോക്യുമെൻ്ററി തട്ടിക്കൂട്ടിയതാണ്.
അതിപ്പം മറ്റൊരു വാർത്ത വെച്ചിട്ട് അത് മാർക്കറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഇതൊരു OTT റിലീസ് ആയതുകൊണ്ടും ഇതൊരു ഡോക്യുമെൻ്ററി ആയതുകൊണ്ടും റിവ്യൂ പറയാനായിട്ട് മടി കാണിക്കേണ്ട. പ്രൊഡ്യൂസറുടെ പോക്കറ്റ് കയറാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം ഇത് ആളുകൾ ക്ലിക്ക് ചെയ്ത് കാണും. പിന്നെ നയൻതാര അടക്കമുള്ള ആളുകൾക്ക് ഒരു വലിയ റെമ്യൂമറേഷൻ ഉണ്ട് അവരുടെ ഒരു ലൈഫ് ഇങ്ങനെ ഡോക്യുമെൻ്ററിക്ക് വേണ്ടി കൊടുത്തതിൽ. പക്ഷെ അതിനോട് നീതി പുലർത്തിയില്ല നിർമ്മാതാക്കൾ. പക്ഷെ എങ്ങനെ നീതി പുലർത്താൻ പറ്റും? കാരണം അവർ തിരഞ്ഞെടുത്തത് വളരെ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഇന്ത്യൻ മൊമെൻ്റ് ആണ്. വെരി ഓർഡിനറി ഇന്ത്യൻ മൊമെൻ്റ് ആണ് ഒരു വെഡ്ഡിങ് എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന എല്ലാ മനുഷ്യന്മാർക്കും ഇടയിലും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. പിന്നെ കരിയർ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു സംഭവം എസ്പെഷ്യലി ഇൻ സിനിമ ഫീൽഡ് നമ്മൾ ഒത്തിരിയധികം എക്സാമ്പിൾസ് കണ്ട ആളുകളാണ്. അപ്പോൾ ഇത് വളരെ ഏർലിയർ ആയിട്ട് എനിക്ക് തോന്നി. ഒരാളുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പുഷ് ചെയ്യുക, വെഡ്ഡിങ് ഒരു വലിയ സംഭവമായിട്ട് ഇങ്ങനെ പറയുക, എന്നാൽ അതൊരു സംഭവമായിട്ട് നമുക്ക് തോന്നുന്നില്ല, ഇമോഷണൽ കണക്ഷൻ നമുക്ക് ഉണ്ടാവുന്നില്ല. വളരെ നോർമലായിട്ടുള്ള ഒരു സംഭവം. ഈ ഒരു ഡോക്യുമെൻ്ററി കണ്ട ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എനിക്ക് ഈ ഒരു ഡോക്യുമെൻ്ററിയിലെ നയൻതാരയുടെ സ്റ്റാർഡം കുറഞ്ഞതോർത്തിട്ടുള്ള ഒരു വിഷമമുള്ളൂ. അല്ലാതെ വേറെ ഇതിനകത്ത് ഇവർ ആരാണ്, നയൻതാരയൊക്കെ ഡോക്യുമെൻ്ററി എടുക്കേണ്ട ആളാണോ എന്നുള്ള ഒരു ചിന്തയില്ല. ഞാൻ അവരുടെ അഭിനയ മുഹൂർത്തങ്ങൾ അതേപോലെ തന്നെ അവരുടെ ക്രാഫ്റ്റൊക്കെ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.